കൊപ്ര സംഭരണത്തിൽ സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും കാട്ടുന്ന കടുത്ത അനാസയും അവഗണനയുമാണ് തേങ്ങയുടെ വില കുത്തനെ കുറയാൻ കാരണം. 7 വർഷത്തിനിടയിലുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണിപ്പോൾ കർഷകന് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവിലയായ 5100 രൂപയാണ് സംസ്ഥാനത്തും സംഭരണ വിലയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാർ നടത്തുന്നുമില്ല. സംഭരണ ശേഷിയുള്ള മികച്ച സ്ഥാപനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. കൊപ്ര സംഭരണം പ്രധാനമായിട്ടും കേരളത്തിൽ നടക്കുന്നത് കേരഫെഡ് മുഖേനയാണ്, നാഫെഡിന് വേണ്ടി. ഇതിന്റെ ചുമതല സഹകരണ ഡിപ്പാർട്ട്മെന്റിനാണ്. സഹകരണ ഡിപ്പാർട്ട്മെന്റ് യോഗം വിളിക്കുന്നത് സഹകരണ ബാങ്കുകളെ മാത്രമാണ്. എന്നാൽ ബാങ്കുകൾക്ക് കൊപ്ര ഡ്രയർ അതുപോലെയുള്ള സംസ്കരണ കേന്ദ്രങ്ങൾ നിലവിലില്ല. അതുകൊണ്ട് ബാങ്കുകൾക്ക് കൊപ്ര വാങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല. കൊപ്ര വാങ്ങിയാൽ തന്നെ നാഫെഡിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊപ്ര നൽകുന്നതിനും പറ്റില്ല. സുഭിക്ഷക്ക് കൊപ്ര സംഭരിക്കാനും ഉണക്കാനും അത് സൂക്ഷിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. എന്നാൽ സുഭിക്ഷയെ സംഭരണത്തിന്റെ വിഭാഗത്തിൽ പെടുത്തുന്നില്ല. അതിന് കാരണം ഞങ്ങൾ സഹകരണ മേഖല അല്ല എന്നാണ് പറയുന്നത്. കേരഫെഡ് സ്വന്തം നിലയിലും നാഫെഡിനു വേണ്ടിയും നാളികേരം സംഭരിക്കുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ കൃത്യസമയത്ത് പണം ലഭിക്കാത്തത് നാമമാത്രമായ സംഭരണ ഏജൻസികളെയും പിന്നോട്ട് വലിക്കുന്നു. കേരഫെഡ് നേരിട്ട് സംഭരിക്കുന്ന പച്ചത്തേങ്ങ എടുക്കണമെങ്കിൽ കൃഷിഭവനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും നിർബന്ധമാണ്. ഈ കേരഫെഡ് ഇങ്ങനത്തെ അതുകൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ തേങ്ങ കൊപ്പരയാക്കി കൊണ്ടുപോയാലും അവർ നല്ല ക്വാളിറ്റി എന്നും പറഞ്ഞ് മാത്രമേ അവരെടുക്കൂ. അല്പം ലേശം അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊപ്പര ഗുണമില്ലെങ്കിൽ അവർ മടക്കൂ. ദുരിതമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താ വെച്ചാൽ നാട്ടിൻപുറത്ത് ഇതിനൊരു ഇപ്പോൾ പ്രത്യേകിച്ച് നാളികേരത്തിനൊരു ഇതില്ല, വേണ്ടായിരിക്കും, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ എവിടെയും കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ഇവിടെ കൊണ്ടുവന്ന് എടുക്കൂ എന്നുള്ള വിശ്വാസവും അതിനനുസരിച്ച് കൊണ്ടുവന്നാ. വെളിച്ചെണ്ണ കയറ്റുമതി നിരോധിച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം എണ്ണപ്പനയിൽ നിന്നുള്ള പാം കേർണൽ ഓയിൽ മലേഷ്യയിൽ നിന്ന് വ്യാപകമായി ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. കർഷകർക്കൊപ്പം വൻകിട കൊപ്ര വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇറക്കുമതി കൂടി തീരുവ കുറച്ചിട്ടും പല രീതിയിലും ഭക്ഷ്യ എണ്ണങ്ങൾക്ക് വില കുറയ്ക്കുക എന്ന വ്യാജേന കേരളത്തിലെ കർഷകരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ 200ന്റെ അടുത്ത് കച്ചവടക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം 10ൽ താഴെ കച്ചവടക്കാരെ ഇപ്പം നിലവിലുള്ളൂ. നിങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും, വേറെന്തെങ്കിലേക്ക് പോകാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ 3/4 ഭാഗം ഇവിടെ ചെലവാക്കിപ്പോയി. കിൻഡലിന് 10,450 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണ വില 5,600 രൂപയായി താഴ്ന്നു. കൊപ്ര വില കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 6,400 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള വില 3,700 രൂപ മാത്രമാണ്. ഉണ്ടക്കൊപ്രയുടെ വില 4,650 രൂപയും. വിലത്തകർച്ചയുടെ കണക്ക് ഇങ്ങനെ പോകുന്നു. ഇറക്കുമതി നയം തന്നെയാണ് വിലത്തകർച്ചയ്ക്ക് കാരണമായി കേരഫെഡ് ചെയർമാനും പറയുന്നത്. വിലത്തകർച്ചയ്ക്ക് കാരണം ഇതിന്റെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നമായിട്ടുള്ള വെളിച്ചെണ്ണ, അത് കേരളത്തിൽ മാത്രമാണ് നല്ലൊരു ശതമാനം എഡിബിൾ ഓയിലായിട്ട് മലയാളികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ചെറിയ വിലക്ക് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുകയും അതുപോലെ തന്നെ കൃത്രിമ മാർഗം ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചെണ്ണയും അത് മാർക്കറ്റിൽ ചെറിയ വിലക്ക് കിട്ടുന്നു എന്നതാണ് വെളിച്ചെണ്ണയുടെ വില ഉയരാതിരിക്കാനുള്ള കാരണം. വെളിച്ചെണ്ണ വില ഉയരാതിരിക്കുമ്പോൾ അതിന്റെ അസംസ്കൃത വസ്തുവായിട്ട് നാളികേരത്തിന്റെ വിലയും ഉയരുന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് വെളിച്ചെണ്ണ കയറ്റിയേക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം ഇപ്പോൾ 20,000 ടണ്ണ് വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പാമോയിലിന്റെ ഇറക്കുമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി നടത്തുകയും അത്തരം ഏജൻസികൾക്ക്, ഇപ്പോൾ ട്രേഡിംഗ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾക്ക് സബ്സിഡി അടക്കം കൊടുത്തുകൊണ്ടുള്ള, അത് യഥാർത്ഥത്തിൽ ഒരു ഈ നാളികേര കർഷകർക്ക് എതിരായിട്ടുള്ള ഒരു നടപടിയാണ്. തേങ്ങ പൊതിച്ച് കൊപ്രയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം പേർ ഇപ്പോഴുമുള്ള നാടാണ് കേരളം. അവർക്ക് പറയാനുള്ളതും നഷ്ടത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കണക്കുമാത്രം. നഷ്ടം തന്നെയാണ്. അങ്ങനെ ആയാൽ ഭയങ്കര വിഷമാണ്. കാരണം ഇതിന് അധ്വാനം ഭയങ്കരമാണ്. അപ്പോൾ അധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ കോഴിമുട്ടയ്ക്ക് 4 ഉറുപ്പിക കൊടുക്കണം. ആ ഇതും കൂടെ വരുന്നില്ല. താങ്ക് വില ഓരോ ദിവസവും വില വയ്യോട്ടാണ് പോകുന്നത്. തെങ്ങിന് വളം ചെയ്യാൻ പോലും കർഷകർ മടിക്കുകയാണ്.
സബ്സിഡി കുറച്ചതോടെ രാസവള വില കുത്തനെ കൂടി. ഇതിന്റെ വളമിടലും എല്ലാം കൂടി നോക്കി കണക്ക് 10 റുപ്യ കിട്ടാതെ ഇത് മുതലാവില്ല. ഈ ഒരു കാരണവശാലും ഇതിനെ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല. തേങ്ങ വിറ്റ് ലഭിക്കുന്ന പണം കൂലി കൊടുക്കാൻ പോലും തികയുന്നില്ല. ഇതിനു പുറമെ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രയാസം തെങ്ങുകയറ്റ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നതാണ്. ഈ തൊഴിൽ രംഗത്തേക്ക് പുതുതലമുറ കടന്നുവരാൻ വലിയ മടി കാണിക്കുന്നു. തേങ്ങയ്ക്ക് തീരെ വിലയില്ല. കർഷകരുടെ സ്ഥിതി അവതാ. ആള് കുറവുണ്ട്. ഒരു 10 ആള് ഇപ്രാവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ വരുന്ന സമയം പിടിക്കുന്നു 6 ആളെ ഉണ്ടാകും. പുതിയ ആളാരും വരുന്നില്ല. കർഷക സംഘടനകൾ തേങ്ങയുടെ വില വർധനവ് ആവശ്യപ്പെട്ട് പ്രക്ഷോഭരംഗത്താണ്. തെങ്ങ് കൃഷി മാത്രം ചെയ്ത് ഉപജീവനം നയിക്കുന്നവർ വലിയ ആശങ്കയിലുമാണ്. ഇവരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഈ മേഖലയിലുണ്ടാവുക. കാസർകോട്ടെ കന്നഡ മീഡിയം സ്കൂളുകളിലെ മലയാളം അധ്യാപകരുടെ ദുരിതകഥയാണിനി. ഈ സ്കൂളുകളിലെ മലയാളം ഡിവിഷന് അംഗീകാരം ലഭിക്കാത്തത് മൂലം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളമില്ല. അവധി ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിപ്പണിയെടുത്തുമാണ് അവർ അവരുടെ കുടുംബം പോറ്റുന്നത്. സ്കൂൾ മാനേജറുടെ ചൂഷണത്തിനിരയായി പട്ടിണി കിടക്കേണ്ടി വന്ന പണ്ടത്തെ അധ്യാപകരുടെ ദുരിത ജീവിതം കാരൂർ നീലകണ്ഠപിള്ള പൊതിച്ചോറ് എന്ന കഥയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശന്നു വലഞ്ഞ് ഒടുവിൽ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിക്കുന്ന അധ്യാപകന്റെ കഥ. പതിറ്റാണ്ടുകളോളം അധ്യാപകർ അനുഭവിച്ച അവഗണനയും പീഡനങ്ങളും അവസാനിച്ചത് 1957 EMS മന്ത്രിസഭ നടപ്പാക്കിയ വിപ്ലവകരമായ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെയാണ്. എന്നാൽ ഇന്നും സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോവുകയാണ് കാസർകോട്ടെ കന്നഡ മീഡിയം സ്കൂളുകളിലെ മലയാളം അധ്യാപകർ. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ഇവർക്ക് ഇതേവരെ 1 രൂപ പോലും ശമ്പളമായി ലഭിച്ചിട്ടില്ല. സ്കൂളുകളിലെ മലയാളം ഡിവിഷന് അധികൃതർ അംഗീകാരം നൽകാത്തതിനാൽ ഇവർക്ക് നിയമനം ലഭിക്കാത്തതാണ് കാരണം. 2006 സർക്കാർ നിർദ്ദേശപ്രകാരം കാസർകോട്ടെ കന്നഡ ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ മലയാളം സമാന്തര ഡിവിഷനുകൾ ആരംഭിച്ചത്. കേരളത്തിലെ കന്നഡ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ മലയാളം പഠിക്കാൻ താൽപര്യമുള്ള 10 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ സമാന്തര മലയാളം ഡിവിഷൻ ആരംഭിക്കാമെന്ന് KER ചട്ടങ്ങളിലുണ്ട്. ഇതുപ്രകാരമാണ് കുമ്പള, മഞ്ചേശ്വരം എന്നീ ഉപജില്ലകളിലെ നാലാംപാടി, ബെൻപുത്തടുക്ക, കുടലമർക്കള തുടങ്ങിയ സ്ഥലങ്ങളിലെ എയ്ഡഡ് സ്കൂളുകളിൽ മലയാളം സമാന്തര ഡിവിഷനുകൾ ആരംഭിച്ച് അധ്യാപകരെ നിയമിച്ചത്. ഇതിൽ നാലാംപാടി സ്കൂളിന് പിന്നീട് അംഗീകാരം ലഭിച്ചു. എന്നാൽ മറ്റു സ്കൂളുകളിലെ 17 അധ്യാപകരാണ് നിയമന ഉത്തരവും കാത്ത് വർഷങ്ങളായി കഴിയുന്നത്. ജോലിക്ക് വേണ്ടി തന്നെ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന എല്ലാം, വീടാവട്ടെ സ്വർണ്ണാവട്ടെ, ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളൊരു ജോലി എന്ന് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ ചേർന്നിട്ട് 6 വർഷമായി. ഇതുവരെ എനിക്ക് ഒരു ശമ്പളം വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. നാട്ടുകാരായാലും ബസ്സിലെ കണ്ടക്ടർ പോലും പറയുന്നു, ടീച്ചർ എന്തിനാ പോകുന്നത്, ടീച്ചർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊരു പരിഹാസ വാക്ക് കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. (2006) മുതൽ 2010 വരെ സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ പേരിലായിരുന്നു ഇവർക്ക് നിയമനം നൽകാതിരുന്നത്. എന്നാൽ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിട്ടും ഇവരെ അധ്യാപകരായി അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ദൈനംദിന ജീവിതത്തിനുള്ള പണം പോലും കണ്ടെത്താനാവാതെ പല അധ്യാപകരുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ഒഴിവു സമയങ്ങളിൽ നടത്തുന്ന സ്വകാര്യ ട്യൂഷനുകളിലൂടെയാണ് നിത്യജീവിതത്തിനുള്ള പണം പല അധ്യാപകരും കണ്ടെത്തുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒഴിവു സമയങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായും അമ്പലത്തിലെ പൂജാരിയായുമെല്ലാം ജോലി ചെയ്യുന്നവർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. സർക്കാരിന്റെ ലെവലിൽ പ്രോപ്പർ ചാനലിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിവേദനങ്ങളായി, സമരങ്ങളായി, നിരാഹാരം, ഒരു ഉപവാസം നടത്തി ഞങ്ങൾ ഒരു ദിവസം. നമ്മൾ ചെയ്യാനുള്ളത് പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഇത് മതിയാക്കിയിട്ട് പോകുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾക്ക് ഈ കുട്ടികളെ വിചാരിക്കാതിരിക്കാൻ പറ്റില്ല.
നിയമനം നീണ്ടുപോകുന്നതിനാൽ നിരവധി അധ്യാപകർ ജോലി ഉപേക്ഷിച്ചു പോയി. ഉപജില്ലാ തലത്തിൽ AO ഓഫീസിൽ നിന്നും വേണ്ടി വന്നാൽ DO ഓഫീസിൽ നിന്നും കൂടി പരിഹരിക്കാവുന്ന ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് അപ്പീൽ പരാതികളിലും തീരുമാനമാകാതെ അലക്ഷ്യമായി നീങ്ങുകയും ഇത്രയും അധ്യാപകരുടെ ഭാവിയും അതുപോലെ കുട്ടികളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാവുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടുമാത്രമാണ്. 52/956 6/4/13/1999 സർക്കുലർ പ്രകാരം എല്ലാ കന്നഡ സ്കൂളിലും ഡിവിഷനും പോസ്റ്റും 2 മാസം കൊണ്ട് കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രശ്നമാണ് 6-7 വർഷങ്ങളായിട്ടും ഇവിടെ പരിഹരിക്കാതെ കിടക്കുന്നത്. ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും സുതാര്യ കേരളം പദ്ധതിയിലുമെല്ലാം അധ്യാപകർ പരാതിയുമായി എത്തിയിരുന്നു. നിരവധി തവണ DPIക്കും പരാതി നൽകി. പുറമെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കാലത്ത് മുതൽ വൈകും വരെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അതിനുശേഷം കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മറ്റു തൊഴിലുകൾക്ക് പോകേണ്ടി വരുന്ന ദുരവസ്ഥ തുടരുകയാണ്.